നാം ഇന്ന് പഠിക്കുന്നത് പദത്തിൻ്റെ അവസാനം യാഇനെ എഴുതും. നീട്ടാൻ വേണ്ടി യാഇനെ എഴുതും. അത് അലിഫ് ആണ്. സാധാരണ നമ്മൾ അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ്. അലിഫിൻ്റെ സ്ഥാനത്ത് യാഇനെയാണ് നീട്ടാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അന്നേരം യാഇനെ അവിടെ ഉച്ചരിക്കത്തില്ല. ആ സ്ഥാനത്ത് അലിഫിൻ്റെ ഉച്ചാരണത്തിൽ നാം വായിക്കും. ഉദാഹരണം, ബലാ. ലാ എന്ന് പറയണമെങ്കിൽ വലിയ അലിഫ് അവിടെ വരേണ്ടത്. അലിഫിൻ്റെ സ്ഥാനത്ത് യാ ആണ് വന്നത്. ബലാ ബലാ ബലാ. ഖലാ ഖലാ. ബലാ ഖലാ. ദിക്റാ ദിക്റാ. നവാ. ബലാ. ഉണ്ടോ? ലാ എന്ന് പറയേണ്ട അലിഫിൻ്റെ സ്ഥാനം. ലാ എന്ന് പറയുമ്പോൾ അലിഫാണ് വരേണ്ടത്. ആ അലിഫിൻ്റെ സ്ഥാനത്ത് യാ ആണ് ഇവിടെ വന്നേക്കുന്നത്. അന്നേരം അലിഫിൻ്റെ ഉച്ചാരണമാണ് നാം ഇവിടെ ഉച്ചരിക്കേണ്ടത്. യാ കണ്ടെന്ന് പറയാൻ ലീന്ന് വായിക്കത്തില്ല. മനസ്സിലായേ? ബലാ ബലാ. ഖലാ. ഉണ്ടോ? ഖലീന്നല്ല വായിക്കേണ്ടത്. ഖലീന്ന് യാ കണ്ടെന്ന് പറഞ്ഞ് യാ ലീന്നല്ല വായിക്കേണ്ടത്. ലാ ഖലാ ഖലാ. ബ ലാ ലാ. ഉണ്ടോ? ലാ എന്ന് പറയുമ്പം അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ്. അതുകൊണ്ട് ഉച്ചാരണം കൊടുക്കേണ്ടത് അലിഫിൻ്റെ ഉച്ചാരണമാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. ബലാ ഖലാ. ദിക്റാ ദിക്റാ. നവാ. ബലാ ഖലാ. ദിക്റാ നവാ. തആലാ തആലാ. ലാ ഉണ്ടോ? വലിയ അലിഫിൻ്റെ സ്ഥാനത്ത്, ദീർഘാക്ഷരമായ അലിഫിൻ്റെ സ്ഥാനത്ത് യാ ആണ് എഴുതിയേക്കുന്നത്. യാഇൻ്റെ ഉച്ചാരണമല്ല അവിടെ വരുന്നത്. അലിഫിൻ്റെ ഉച്ചാരണം കൊടുക്കണം. യാഇനെ എഴുതിയിട്ടുണ്ട്. യാഇൻ്റെ ഉച്ചാരണമല്ല, അലിഫിൻ്റെ ഉച്ചാരണം പറയണം. തആലാ തആലാ തആലാ. മതാ മതാ. ഇവിടെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഇവിടെ ഒരു തെറ്റ് വരാറുണ്ട്. അതായത് മത്ത എന്ന് ഓതാറുണ്ട് ചിലർ. അവിടെ ഷദ്ദില്ല. മതാ 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 മതാ. ഉണ്ടോ? വലിയ അലിഫ് താന്ന് നീട്ടേണ്ട വലിയ അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ്. അലിഫിൻ്റെ ഉച്ചാരണമാണ് നാം ഉച്ചരിക്കേണ്ടത്. യാഇനെ കണ്ടുകൊണ്ട് യാഇനെ നീട്ടാനല്ല. യാ കൊടുത്ത് തീന്ന് വായിക്കത്തില്ല. മതാ മതാ. മത്താന്നും പറയരുത്. അവിടെ ഷദ്ദില്ല. സാധാരണ നമ്മൾ കിതാബെന്ന് പറയും. കിതാബെന്നേ ഉള്ളൂ. കിതാബ്. അവിടെയും താഇന് ഷദ്ദില്ല. നമ്മളെല്ലാം കിതാബെന്ന് പറയാറുണ്ട്. അത് ഞാൻ പിന്നെ സന്ദർഭം അനുസരിച്ച് ഒന്നുകൂടെ പരിചയപ്പെടുത്താം. അപ്പം മതാ തആലാ തആലാ. മതാ മളാ മളാ. ബക്കാ ബക്കാ ബക്കാ. തആലാ മതാ മളാ ബക്കാ. ഹദാ ഹദാ. അല്ല, ദാന്ന് നീട്ടാൻ ഇവിടെ അലിഫാണ് ഇവിടെ വരേണ്ടത്. ഈ അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാഇനെയാണ്. യാഇനെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. യാഇൻ്റെ ഉച്ചാരണമല്ല, അലിഫിൻ്റെ ഉച്ചാരണമാണ് നാം ഇവിടെ കൊടുക്കേണ്ടത്. ഹദാ ഹദാ ഹദാ.
ലാ അണ്ടാ സുക്കൂനാണ്. യർ ലാ യർ ലാ യർ ലാ യർ യർ ലാ അഅ് മാ അഅ് മാ അഅ് മാ ബകാ ബകാ ഇവിടെ ബക്ക എന്നല്ല, സോറി, ബല ബല അങ്ങനെ വായിക്കട്ടെ. ഒന്നും കൂടെ വായിച്ചു തരാം. ബല 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 ഖളാ ദിക്റാ നവാ ബല ഖളാ ദിക്റാ നവാ തആലാ തആലാ മതാ മതാ മളാ മളാ ബകാ ബകാ ഹദാ ഹദാ യർലാ 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 അഅ്മാ 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 ബലാ 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 അണ്ടാ ബലാ ബലാ ഖളാ ദിക്റാ നവാ തആലാ മതാ മളാ ബകാ ഹദാ യർലാ അഅ്മാ ബകാ ബലാ 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 ഖളാ ദിക്റാ നവാ തആലാ. ഇവിടെ എല്ലാം മനസ്സിലാക്കണം. അവസാനം അലിഫാണ് നാം എഴുതേണ്ടത്. അവിടെ അലിഫ് കൊടുത്താൽ ലാ ലാ എന്നൊക്കെ നീട്ടുമ്പോൾ അലിഫാണ് വരേണ്ടത്. അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ്. യാ ഇനിയാണ് എഴുതിയേക്കുന്നത്. തആലാ മതാ മളാ ബകാ ഹദാ യർലാ അഅ്മാ ബലാ ബലാ ഖളാ ദിക്റാ നവാ തആലാ മതാ മളാ ബകാ ഹദാ യർലാ അഅ്മാ ബലാ